അങ്ങനെ എന്നത്തെയും പോലെ ഇന്നൊരു സാധാരണ ദിവസമായിരുന്നേ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വലിയ മോട്ടിവേഷനോട് കൂടി ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് യൂഷ്വലി എഴുന്നേൽക്കാറ്. പക്ഷേ ദിവസം എൻഡ് ചെയ്യുമ്പോഴത്തേക്കിനും എങ്ങനെയെങ്കിലും ഒരു തട്ടിക്കൂട്ട് ദിവസമായിരിക്കുമേ. എണീക്കുമ്പോൾ തന്നെ ഒരു ചായ കുടിച്ചില്ലെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഒരു ഉന്മേഷം കാണത്തില്ലേ. എല്ലാവർക്കും അങ്ങനെയാണ്. എനിക്കത് നിർബന്ധമാണ് രാവിലെയും വൈകുന്നേരം ഓരോ ചായയെ. നമ്മുടെ വീട്ടിൽ നേരത്തെ തൊട്ടേ പശുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെയും വൈകുന്നേരവും നമുക്ക് ചായ കിട്ടുമല്ലോ. അതാകുമ്പം ലിമിറ്റില്ല. ഇപ്പം നമ്മൾ പാല് പൈസ കൊടുത്ത് മേടിക്കുന്നുണ്ട്. രാവിലെ ഒരു ഗ്ലാസ് വൈകുന്നേരം ഒരു ഗ്ലാസ്. പണ്ടൊക്കെ ഞാൻ വലിയ കപ്പിനകത്തായിരുന്നു ചായ കുടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ജനലും വാതിലൊക്കെ ഒന്ന് തുറന്നിട്ടതിന് ശേഷം പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചേ. ചേച്ചിയുടെ പിള്ളേരിന്ന് വന്നിട്ടുണ്ട്. അവർക്ക് ശനിയാഴ്ച ആയിട്ട് ക്ലാസ് ഇല്ലല്ലോ. അപ്പോൾ 2 ദിവസത്തേക്ക് വേണ്ടിയിട്ട് അവരിവിടെ ഉണ്ട്. അപ്പം ഞാൻ രാവിലെ അവർക്ക് പുട്ട് മതി എന്ന് പറഞ്ഞുകൊണ്ട് പുട്ടും പഴവുമാണ് ഇന്ന്. പുട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അജ്മിയുടെ പുട്ടുപൊടിയാണ് ഇഷ്ടം. അതായത് എനിക്കങ്ങനെ പെർഫെക്റ്റായിട്ട് പുട്ടിന് കുഴയ്ക്കാനായിട്ട് അറിയത്തില്ല. ഒരുപാട് ചിലപ്പോൾ നനഞ്ഞു പോവും, ചിലപ്പോൾ നനയാതിരിക്കും. അങ്ങനത്തെ പ്രശ്നം ഉള്ളതുകൊണ്ട് എളുപ്പവഴി ചെയ്യാനായിട്ടാണ് ഞാൻ നോക്കുന്നത്. അങ്ങനെ കരുണ ബേക്കറി പോയി മഞ്ഞ കവറും കണ്ടുകൊണ്ട് മേടിച്ചുകൊണ്ട് വന്നത് കിച്ചൺ ട്രഷേഴ്സിൻ്റെ ആയിരുന്നേ. ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് എഴുതി വെച്ചേക്കുന്നു 1 ഗ്ലാസ് മാവിന് 1 ഗ്ലാസ് വെള്ളം. ഇതെവിടെയോ നല്ല കേട്ട് പരിചയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് പേര് വായിച്ച് നോക്കിയപ്പോഴാണ് കിച്ചൺ ട്രഷേഴ്സ്. പക്ഷേ അതിൻ്റെ പുട്ട് നല്ലതായിരുന്നു കേട്ടോ. പുട്ട് കുറച്ച് നേരം കുഴച്ച് നമ്മൾ ഇത് റെഡി ആവാനായിട്ട് അത് ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പറ്റുന്നത്ര ഫോക്കസ്ഡ് ആയിട്ടിരുന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. എന്താണോ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും അത്ര പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ. നേരത്തെ ഞാൻ നല്ല രീതിയിൽ മൾട്ടി ടാസ്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. എൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം സമയമുണ്ട്, പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമുക്ക് വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ലേ. അതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ ആശിച്ച് മോഹിച്ചൊരു തയ്യൽ മെഷീൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസം ആവാറായി. ഇന്ന് വരെ അതൊന്ന് ഓണാക്കി പോലും നോക്കിയിട്ടില്ല. അതിന് കിട്ടിയ സമയത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നോ എന്ന് കൂടി അറിയാൻ പറ്റുന്നില്ലേ. രാവിലെ ഇവിടെ പിള്ളേരുടെ ബഹളമാണ്. ഇവർ 4 പേരും കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ കളിയും ഇവരുടെ ഡ്യൂപ്ലിക്കേറ്റ് കളികളും ബഹളവും ഒക്കെയാണ്. അങ്ങനെ കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു. ഞാൻ ഈ ലിക്വിഡ് വാഷാണ് ഉപയോഗിക്കുന്നത്. തുണിയൊക്കെ കഴുകിയിട്ടിട്ട് വന്നപ്പോഴത്തേനും പിള്ളേർക്ക് ടാങ്ക് കലക്കിയത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ നല്ല വെയിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ തുണിയൊക്കെ അലക്കി ടെറസിൻ്റെ മേലെ ഇട്ടത്. ഉച്ചയ്ക്കത്തേക്ക് കഴിക്കാനായിട്ട് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ പിള്ളേർ കുറേ മെനു തന്നിട്ടുണ്ടായിരുന്നേ. ഒരാൾക്ക് രസം വേണം, ഒരാൾക്ക് തേങ്ങാ ചമ്മന്തി വേണം, ഒരാൾക്ക് മീൻ വറുത്തത് വേണം, അങ്ങനത്തെ മെനു ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ മെനു കമ്പൈൻ ചെയ്തിട്ട് ഞാനിവിടെ കുക്കിങ്ങിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് ഓർക്കാപ്പുറത്ത് മഴ പെയ്ത് ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ടാണ് ഇവിടെ ഒരു മഴ വരുന്നത്. നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ മഴ ഒന്ന് വാനം മൂടി വന്നതിന് ശേഷമല്ലേ പെയ്യത്തുള്ളൂ. ഇവിടെ ചിരിച്ചുകൊണ്ട് നിന്നിട്ട് ആ മഴ പെട്ടെന്ന് പെയ്യുവേ. അങ്ങനെ ഇവിടെ തേങ്ങാ ചമ്മന്തി, ഉരുട്ടിയ ചമ്മന്തി വേണമെന്നായിരുന്നു ചേച്ചിയുടെ മോള് പറഞ്ഞത്. അമ്മ ഒരു ദിവസം ഇത് ഉണ്ടാക്കി സ്കൂളിൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചമ്മന്തിനെ മിക്സിയിൽ അരയ്ക്കുന്നതുകൊണ്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ കുറച്ച് പാടല്ലേ. ഇങ്ങനെ ഒരു വിധത്തിൽ എണ്ണയൊക്കെ ചേർത്ത് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അടുത്ത ആൾക്കുള്ള രസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു കൊറിയർ എടുക്കാനായിട്ട് നെയ്യാറ്റിൻകര വരെ പോകണമായിരുന്നേ. പോയിട്ട് വന്നപ്പോഴത്തേനും അവിടുത്തെ ഒരു ഗാർഡനിൽ കയറിയിട്ട് എനിക്ക് കുറച്ച് ഗ്രോ ബാഗ് മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഗ്രോ ബാഗൊക്കെ മേടിച്ച് അവിടുന്ന് പിന്നെ കുറച്ച് മണി പ്ലാന്റ് ഒക്കെ മേടിച്ച് വീട്ടിൽ വന്നേ. ഇടയ്ക്കിടയ്ക്ക് ഇതുണ്ടോ നല്ല മഴ പെയ്യുക, ഇടയ്ക്ക് നല്ല വെയിലും തെളിയും. അപ്പോൾ തുണി ഇപ്പോൾ 2ാമത്തെ മഴയിലാണ് നനഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നനഞ്ഞിട്ടെടുത്തിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് കഴിയുമ്പോൾ വെയിൽ തെളിയുന്ന നോക്കിയിരിക്കുകയാണേ. അങ്ങനെ ചേച്ചിയും ചേട്ടനും വന്നപ്പോഴത്തേനും അവരുടെ വീട്ടിൽ നല്ല അടിപൊളി ഈ വരിക്കച്ചക്കയുണ്ട്. അപ്പോൾ അവർ വന്നപ്പോൾ ഒരു ചക്ക ഇട്ടുകൊണ്ട് വന്നു. അങ്ങനെ നമ്മളെല്ലാം അല്ല, ഞാൻ കൂടിയില്ല, അവർ തന്നെയാണ് ഇതെല്ലാം വെട്ടി വൃത്തിയാക്കി എടുത്തത്. അങ്ങനെ ഇപ്പം മാങ്ങാ സീസണാണല്ലോ. ഫ്രിഡ്ജിനകത്ത് മാങ്ങ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചേച്ചിയുടെ പിള്ളേർക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മാങ്ങ കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവരിവിടെ കാർട്ടൂണൊക്കെ കണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് കളിക്കും, ഇടയ്ക്ക് കാർട്ടൂൺ കാണും. അങ്ങനെയൊക്കെയാണ് അവരുടെ റുട്ടീന്. അപ്പോൾ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് ഈ വീട്ടിലുണ്ടായ മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തോല് ചെത്താതെ നന്നായിട്ട് കഴുകിയിട്ട് അങ്ങനെ തന്നെ കൊടുക്കുക. നമ്മളൊക്കെ കൊച്ചിയിൽ അങ്ങനെ ആയിരുന്നല്ലോ കഴിച്ചുകൊണ്ടിരുന്നത്. ഇത് റെസിൻ്റെ ഒരു വർക്ക് ഉണ്ടായിരുന്നു. ആ ഒരു ക്ലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയതാണ്. നമ്മൾ ചെയ്തൊരു വർക്ക് ഫിനിഷായി കാണുമ്പോഴത്തേക്കിനും അതിനെ വെച്ച് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാണ്ട് ചെയ്യുന്ന കുറേ വീഡിയോസാണ്. വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം, അങ്ങനെ കുറേ ആവശ്യങ്ങളുണ്ടല്ലോ. അങ്ങനെ കടുങ്കാപ്പിയൊക്കെ കുടിച്ച് വൈകുന്നേരം ഒരു പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. ഞാനാണെങ്കിൽ പഴംപൊരി അത്ര പെർഫെക്റ്റായിട്ട് അങ്ങനെ ചെയ്യാൻ അറിയത്തില്ല. പിള്ളേർക്കായതുകൊണ്ട് തന്നെ ഞാനിതിനെ ചെറിയ ചെറിയ പീസസാക്കി സ്ലൈസാക്കി കട്ട് ചെയ്യുകയാണ്. അതാകുമ്പോൾ അവർ എണ്ണ നോക്കാണ്ട് കഴിക്കില്ല. ഇത് ഒരുപാട് ഉണ്ടായിരുന്നു നമ്മൾ ഉണ്ടാക്കി വന്നപ്പോഴത്തേന്. ഇതിനകത്ത് പെർഫെക്ഷൻ അപ്പുറത്തേക്ക് അവരിത് എണ്ണ നോക്കാണ്ട് ഒരുപാട് കഴിച്ചു എന്നുള്ളതിനകത്താണ് ഞാൻ ഇതിൻ്റെ സക്സസ് കാണുന്നത്. അതുകൊണ്ട് ഇതൊരു പെർഫെക്റ്റ് പഴംപൊരിയല്ല. ഞാൻ അതിനകത്ത് കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം, പിന്നെ കുറച്ച് ജീരകം അങ്ങനെയൊക്കെ ഇട്ടാണ് പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയത്. അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കി ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ച് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം അത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും കൂടി കൂടിയൊരു മനോഹരമായ ദിവസമായിരുന്നു ഇന്ന്.